ലക്ഷ്മിപ്രിയക്കെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന് സർക്കാർ കോടതിയിൽ. മാനനഷ്ടക്കേസാണെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാവില്ല എന്നുമാണ് സർക്കാർ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസെന്നാണ് അൻസിബയുടെ നിലപാട്. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, ഇതിനകത്തൊരു എഫ്ഐആർ ഇടാൻ ഉള്ള പരിമിതിയെക്കുറിച്ച് എന്താണ് ഇപ്പോൾ കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്? എന്താണ് ഈ കേസിന്റെ സ്വഭാവം? സർക്കാരിന്റെ മറുപടിയെ കോടതി എങ്ങനെയായിരിക്കും ഇനി എടുക്കാൻ പോകുന്നത്? നടി ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ ഹസൻ പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് കാണിച്ചുകൊണ്ട് പോലീസ് ഇന്നലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് അൻസിബയെയും കാണിച്ചിരുന്നു. അതായത് ലക്ഷ്മിപ്രിയ ചെയ്ത കുറ്റകൃത്യം ഒരു കേവലം മാനനഷ്ട കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അൻസിബയുടെ പരാതി തള്ളിയതായാണ് പോലീസ് അൻസിബയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നും പ്രതികളെ സഹായിക്കുന്നു എന്നും ആരോപിച്ച് അൻസിബ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. അതേ തുടർന്ന് കോടതി എഫ്ഐആർ ഇട്ട കേസ് അന്വേഷിക്കണമെന്ന് പോലീസിന് ഉത്തരവ് നൽകിയിരുന്നു. അതിൽ പോലീസിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കേസ് എടുക്കാനാകില്ല, കേവലം മാനനഷ്ടപ്രകാരമുള്ള കേസ് മാത്രമാണ്. അതുകൊണ്ട് ഇത് സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസ് ചേർത്തുകൊണ്ട് കേസെടുക്കാനാവില്ല എന്നുള്ളൊരു വാദമാണ് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാൽ അതങ്ങനെയല്ല, സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസാണെന്നും അൻസിബ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കേസ് ഇനി പരിഗണിക്കുക 21-ാം തീയതിയാണ്.